കൂടി SLC റിസൾട്ട് വന്ന ദിവസമാണ്. എൻ്റെ രക്ഷിതാക്കന്മാർ ആ കുട്ടിയുടെ മാർക്കിൻ്റെ തോതനുസരിച്ച് കുട്ടിയുടെ ബുദ്ധിയുടെ അളവ് മനസ്സിലാക്കിയിട്ട് കൊമേഴ്സിലേക്കോ ഹ്യൂമാനിറ്റീസിലേക്കോ സയൻസ് എടുക്കാൻ പറ്റാത്ത കുട്ടികളെ കൊണ്ട് ഒരിക്കലും സയൻസ് എടുപ്പിക്കരുത്. ഇനി ഹ്യൂമാനിറ്റീസ് എടുക്കാന്നുണ്ടെങ്കിൽ സിവിൽ സർവീസ് അങ്ങോട്ടൊക്കെ കണ്ടുകൊണ്ടുള്ള നല്ലോണം വായനശീലമുള്ള കുട്ടികൾക്ക് ആ പ്രചോദനം നൽകിക്കൊണ്ട് ആ രീതിയിൽ മാറ്റിയെടുക്കണം. ഇന്ന് തന്നെ എൻ്റെ പ്രിയ രക്ഷിതാക്കന്മാർ ഓൺലൈനിൽ എൻ്റെ വോയിസ് കേൾക്കുന്ന എല്ലാ സഹോദര സഹോദരിമാരും ശ്രദ്ധിക്കണമെന്ന്. വരും ദിവസങ്ങളിൽ +1 +2 റിസൾട്ട് വരാൻ പോവുകയാണ്. നാളെ +2 റിസൾട്ട് വരികയാണ്. മാക്സിമം നമ്മുടെ മക്കളെ പ്രോത്സാഹനം നൽകി ഒരു A+ കിട്ടാത്തതിൻ്റെ പേരിൽ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പഠിപ്പിച്ച കുട്ടികളൊക്കെ ഉണ്ടിങ്ങനെ വാട്സപ്പിൽ വിടുന്നത് ഇത്ര A+ കിട്ടി. എല്ലാവർക്കും ഞാൻ അഭിനന്ദനം കൊടുത്തു. ഒരു A+ ഒക്കെ കുറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ മുഖം കനപ്പിക്കേണ്ടതല്ല, തിരിച്ച് നമ്മളെക്കുള്ള ചിന്തിക്കണം എനിക്ക് എത്ര A+ കിട്ടിയെന്നുള്ളത്. ചിലപ്പോൾ ജസ്റ്റ് പാസ്സായിരിക്കും നമ്മൾ ഓരോരുത്തരും. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതിന് നമുക്ക് അഗ്നിച്ചിറകുകളൊക്കെ ഒന്ന് വായിക്കണം. അതുപോലെ തന്നെ കലാമിൻ്റെ ജീവിതമൊക്കെ പരിശോധിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് ഇട്ടുകൊണ്ട് പരിപോഷിപ്പിച്ച് പാസ്സായിട്ടുണ്ടെങ്കിലൊക്കെ കൈ കൊടുത്ത് മാക്സിമം പ്രോത്സാഹിപ്പിക്കണം. ഉണർത്തിക്കൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.